പ്രശാന്ത് ശ്രീലേഖ ഓഫീസ് തർക്കം രാഷ്ട്രീയ ആയുധമാക്കാൻ ബി.ജെ.പി. ശബരിനാഥൻ ബി.ജെ.പി. അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപണം. വട്ടിയൂർക്കാവ് പിടിക്കാൻ ശ്രീലേഖയുടെ പുതിയ നീക്കം. ജാഗ്രതയോടെ CPM-ഉം വി.കെ. പ്രശാന്തും. ഓഫീസിനെ ചൊല്ലി വട്ടിയൂർക്കാവ് MLA വി.കെ. പ്രശാന്തും ശാസ്തമംഗലം കൗൺസിലർ ആർ. ശ്രീലേഖയും തമ്മിലുണ്ടായ തർക്കം കേരള രാഷ്ട്രീയത്തിൽ പുതിയ വഴിത്തിരിവുകൾ സൃഷ്ടിക്കും. ശ്രീലേഖയുടെ നടപടിയെ അപക്വമെന്ന് ആദ്യം വിലയിരുത്തിയ ബി.ജെ.പി. ഇപ്പോൾ അത് ആയുധമാക്കി CPM-നെ നേരിടാൻ പദ്ധതിയിടുന്നു. തിരുവനന്തപുരം കോർപ്പറേഷന്റെ കെട്ടിടങ്ങൾ സ്വകാര്യ വ്യക്തികൾക്ക് വാടകയ്ക്ക് നൽകുന്നതിൽ വൻ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന വാദമുയർത്തി വിഷയം CPM-നെതിരെ തിരിച്ചുവിടാനാണ് തിരുവനന്തപുരത്തെ പുതിയ കോർപ്പറേഷൻ ഭരണസമിതിയുടെ നീക്കം. കോർപ്പറേഷൻ ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങളുടെ വാടക നൽകിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സമഗ്ര അന്വേഷണം നടത്താനാണ് നീക്കം നടക്കുന്നത്. കോർപ്പറേഷനിലെ കെട്ടിടങ്ങൾ വാടകയ്ക്ക് നൽകിയതിന്റെ മുഴുവൻ രേഖകളും ഹാജരാക്കാൻ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകും. മിക്ക കെട്ടിടങ്ങളും കടമുറികളും പല ആളുകൾ കൈമാറി ഉപയോഗിക്കുന്നുവെന്നാണ് കണ്ടെത്തൽ. CPM-ന്റെ ഭരണസ്വാധീനത്തിൽ നടന്ന ഇത്തരം ക്രമക്കേടുകളെ പൊതുജനത്തിനു മുന്നിൽ തുറന്നു കാണിക്കും. ഉയർന്ന തുകയ്ക്കാണ് ഇത്തരം കൈമാറ്റം നടന്നിട്ടുള്ളതെന്നും യഥാർത്ഥ വാടകക്കാരല്ല ഇവ ഇപ്പോൾ ഉപയോഗിക്കുന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ബി.ജെ.പിക്കായിരുന്നു മേധാവിത്വം. അക്കാലത്ത് തന്നെ ക്രമക്കേട് ബോധ്യപ്പെട്ടിരുന്നുവെന്നാണ് ബി.ജെ.പി. നേതാക്കൾ വ്യക്തമാക്കുന്നത്. പല വാണിജ്യ സ്ഥാപനങ്ങളും തലമുറകൾ കൈമാറിയെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അനധികൃത കൈമാറ്റം എല്ലാം തിരിച്ചുപിടിക്കാനാണ് കോർപ്പറേഷന്റെ തീരുമാനം. മാസത്തിൽ 250 രൂപ വാടകയ്ക്ക് വരെ കടകൾ കൈമാറിയിട്ടുണ്ട്. ഇവയെല്ലാം വൻതുകയ്ക്ക് മറിച്ചു നൽകി ലക്ഷങ്ങൾ സമ്പാദിക്കുന്നുവെന്നാണ് കണ്ടെത്തൽ. കുറഞ്ഞ വാടകയ്ക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മാനദണ്ഡം എന്താണെന്ന് സെക്രട്ടറി വ്യക്തമാക്കണമെന്നാണ് പുതിയ ഭരണസമിതിയുടെ ആവശ്യം. വി.കെ. പ്രശാന്ത് MLA-യോട് ഓഫീസ് ഒഴിയണമെന്ന് ശാസ്തമംഗലം കൗൺസിലർ ആർ. ശ്രീലേഖ ആവശ്യപ്പെട്ടത് രാഷ്ട്രീയ വിവാദമായി മാറിയതിനിടെയാണ് കോർപ്പറേഷന്റെ കെട്ടിടങ്ങൾ വാടകയ്ക്ക് നൽകുന്നതിൽ സമഗ്ര അന്വേഷണവുമായി മുന്നോട്ടു പോകുന്നത്. CPM-ന്റെ മുൻ ഭരണസമിതികൾ നടത്തിയ അഴിമതികളിൽ അന്വേഷണം വേണമെന്ന ആവശ്യം നേരത്തെ തന്നെ ഉയരുന്നുണ്ട്. അതേസമയം ശ്രീലേഖ ഓഫീസ് ആവശ്യപ്പെട്ട വിവാദം രാഷ്ട്രീയവൽക്കരിക്കേണ്ടതില്ലെന്നും വാടകയ്ക്ക് കെട്ടിടങ്ങൾ നൽകുന്നതിൽ ആവശ്യമായ പരിശോധന നടത്തുമെന്നും അന്വേഷിക്കുമെന്നും തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ വി. രാജേഷ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. കെട്ടിടങ്ങൾ വാടകയ്ക്ക് നൽകുന്നതിന്റെ രേഖകൾ അടക്കം വിശദമായി പരിശോധിക്കുമെന്നും വി. രാജേഷ് പറഞ്ഞിരുന്നു. അതേസമയം MLA-യുടെയും കൗൺസിലറുടെയും ഓഫീസ് കെട്ടിടങ്ങൾ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള വാടക കരാറിന്റെ മറവിൽ നേടിയതാണെന്നും ഒഴിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് അഭിഭാഷകൻ സർക്കാരിന് ഇന്നലെ പരാതി നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം ശാസ്തമംഗലത്തുള്ള കോർപ്പറേഷന്റെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഓഫീസ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന വട്ടിയൂർക്കാവ് MLA വി.കെ. പ്രശാന്തിന്റെയും ശാസ്തമംഗലം വാർഡ് കോർപ്പറേഷൻ കൗൺസിലറുടെയും ഓഫീസുകൾ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള രഹസ്യ വാടക കരാറിന്റെ മറവിൽ നേടിയെടുത്തതാണെന്നും അന്വേഷണം നടത്തി ഒഴിപ്പിക്കണമെന്നുമാണ് പരാതി. ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് ആണ് ഇത് സംബന്ധിച്ച പരാതി ചീഫ് സെക്രട്ടറിക്ക് നൽകിയത്. അതേസമയം ശ്രീലേഖയുടെ ആവശ്യം രാഷ്ട്രീയമായി ബി.ജെ.പിക്ക് ക്ഷീണം ചെയ്തിരുന്നു. ഈ ക്ഷീണം മറികടക്കാൻ വേണ്ടി കൂടിയാണ് ഇപ്പോഴത്തെ അന്വേഷണ ശ്രമങ്ങളും നടക്കുന്നത്. 300 സ്ക്വയർ ഫീറ്റ് റൂം 832 രൂപയ്ക്കാണ് പ്രശാന്തിന് നൽകിയിരുന്നത്. ഇത്തരത്തിൽ സ്വകാര്യ വ്യക്തികൾക്ക് വാടകയ്ക്ക് നൽകിയിട്ടുണ്ടോ എന്നും പരിശോധിക്കും. MLA ഓഫീസിന് ഇളവ് നൽകാവുന്നതാണ്. രേഖകൾ പരിശോധിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാം. സ്വകാര്യ വ്യക്തികൾക്ക് കോർപ്പറേഷൻ കെട്ടിടം കുറഞ്ഞ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടോ എന്ന് സമഗ്രമായ അന്വേഷണം നടത്തുമെന്നും വി. രാജേഷ് പറഞ്ഞു. നികുതി പണം പിരിഞ്ഞു കിട്ടുന്നുണ്ടോ എന്നും പരിശോധിക്കും. CPM-നെ പരാജയപ്പെടുത്തി ബി.ജെ.പി. അധികാരം പിടിച്ച തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആദ്യ രാഷ്ട്രീയ തർക്കമായി മാറിയിരിക്കുകയാണ് ശാസ്തമംഗലത്തെ വി.കെ. പ്രശാന്ത് MLA-യുടെ ഓഫീസ്. കോർപ്പറേഷനാണ് കെട്ടിടത്തിന്റെ അവകാശമെന്നും കൗൺസിലറുടെ ഓഫീസ് പ്രവർത്തിക്കേണ്ട സ്ഥലമാണെന്നും ആർ. ശ്രീലേഖ പറഞ്ഞു. വി.കെ. പ്രശാന്ത് സഹോദരതുല്യനാണെന്നും ഒരു മുറി വിട്ട് തരണമെന്ന് അഭ്യർത്ഥിക്കുക മാത്രമാണ് ചെയ്തതെന്നും ശ്രീലേഖ പറഞ്ഞു. യാചന സ്വരത്തിലാണ് താൻ സംസാരിച്ചത്. തനിക്ക് ഓഫീസില്ലെന്ന് MLA-യെ അറിയിക്കുകയായിരുന്നു. എന്നാൽ വിട്ടുതരാനാകില്ലെന്ന് വി.കെ. പ്രശാന്ത് പറഞ്ഞെന്നും ആർ. ശ്രീലേഖ വ്യക്തമാക്കി. അതേസമയം ഓഫീസ് വിവാദത്തിൽ മുൻ MLA-യും കൗൺസിലറുമായ അഡ്വക്കേറ്റ് KS ശബരിനാഥൻ CPM-നെതിരെ നിലപാട് സ്വീകരിച്ചത് ബി.ജെ.പി. അജണ്ടയുടെ ഭാഗമായിട്ടാണെന്ന് വി.കെ. പ്രശാന്ത് ആരോപിച്ചു. ബി.ജെ.പി. അവരുടെ അജണ്ട നടപ്പാക്കുമ്പോൾ MLA ആയിരുന്ന ശബരിനാഥനെ പോലുള്ള ഒരാൾ പ്രതികരിക്കേണ്ടത് ഇങ്ങനെയാണോ എന്ന് പ്രശാന്ത് ചോദിച്ചു. ഇത്തരം തിട്ടൂരത്തിന് തല കുനിച്ചാൽ കേരളത്തിന്റെ സ്ഥിതി എന്താകുമെന്ന് അദ്ദേഹം ഗൗരവമായി ആലോചിക്കണം. പ്രത്യേക രാഷ്ട്രീയ സ്ഥിതിയിൽ ഇക്കാര്യം പഠിക്കേണ്ടതുണ്ടെന്നും പ്രശാന്ത് വ്യക്തമാക്കി. അതേസമയം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ മുഖാമുഖം വരാൻ സാധ്യതയുള്ളവരുടെ പോരായി ഓഫീസ് വിവാദം മാറും.
മേയർ സ്ഥാനം ലഭിക്കാതെ വന്നതോടെ ഇടഞ്ഞ ശ്രീലേഖയ്ക്ക് BJP നേതൃത്വം വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ സീറ്റ് നൽകിയേക്കും. മേയർ സ്ഥാനം നഷ്ടമായ ശ്രീലേഖ മാസങ്ങൾക്കുള്ളിൽ വട്ടിയൂർക്കാവിൽ നിന്ന് MLA ആകുവാനുള്ള നീക്കങ്ങൾ തുടങ്ങിയെന്ന് കരുതുന്നവർ ഏറെയാണ്.